നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോൾ തന്റെ പ്രിയപ്പെട്ട മകനോട് 4 വസിയത്തുകൾ പറയുന്നുണ്ട്. 4 വസിയത്തുകൾ. അതിൽ 2 കാര്യം പ്രധാനമായും ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ 2 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സക്കറാത്തിന്റെ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകനോട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്ന മകനെ, ആ പ്രിയപ്പെട്ട മകനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, പൊന്നുമോനെ, ഈ പറയുന്ന ദിക്ർ നിന്റെ ജീവിതത്തിൽ പതിവാക്കിയാൽ അല്ലാഹുവേ വല്ലാത്ത പവിത്രമുള്ള ദിക്റാണ്, മഹത്വമുള്ള ദിക്റാണ്. ഏത് ദിക്ർ എന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തിൽ പതിവാക്കിയാൽ അതിന്റെ വല്ലാത്ത മഹത്വമാണ്, വല്ലാത്ത പവിത്രമാണ്. 7 ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വ വസ്തുക്കളെയും ഒരു ഭാഗത്ത് വെച്ചിട്ട് താസിൽ വെച്ച് തൂക്കുകയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മറ്റൊരു ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും ഭാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനാണെന്ന് അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നൂഹ് നബി തന്റെ മകന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം എന്താ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റ. ഈ ദിക്റിന്റെ വല്ലാത്ത മഹത്വമുണ്ട്, വല്ലാത്ത പവിത്രതയുണ്ട്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ലോകത്തിലുള്ള സൃഷ്ടികള്, എല്ലാ സർവ്വചരാചരങ്ങളും സർവ്വ സൃഷ്ടികളും ഈ ദിക്ർ പറയുന്നുണ്ട്. ഈ ദിക്റിന് വല്ലാത്ത മഹത്വമാണ്. അതുകൊണ്ടാണ് നൂഹ് നബി തന്റെ മകന് പറയുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ, അല്ലാഹുവേ നാളെ പെരുന്നാളാണല്ലോ, ഇന്നത്തെ സുബഹിയുടെ സമയത്ത് നമ്മുടെ പെരുന്നാളിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള സഹോദര, ഈ ദിക്ർ 300 തവണ നമ്മൾ ചൊല്ലിയിട്ട് നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ടല്ലോ, നമ്മളാക്കിയ നമ്മുടെ ഉസ്താദമാരുണ്ടല്ലോ, അവരുടെ ഖബറിലേക്ക്, അവരുടെ റൂഹിലേക്ക് ഈ ദിക്ർ 300 തവണ ചൊല്ലിയിട്ട് ഹദിയ ചെയ്താൽ